കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, ക്രിസ്തുമസിൻ്റെ 25 നോയമ്പിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഓരോ ക്രിസ്തുമസിൻ്റെ ദിനങ്ങളിലും ആദ്യത്തെ ക്രിസ്തുമസ് ചരിത്രത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ധ്യാനിക്കുകയാണ് നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ. വിനീതരായ ആട്ടിടയർക്കാണ് ആദ്യത്തെ ക്രിസ്തുമസ് അനുഭവം ലഭിച്ചത്. യോഗ്യതകൾ അന്വേഷിക്കാതെ സ്വയം വിനീതരാകുന്നവരുടെ ഹൃദയങ്ങളിലൊക്കെ ജന്മം കൊള്ളുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് ഈ മനോഹരമായ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷകന്റെ ജനനവാർത്ത ദൈവദൂതന്മാർ ആദ്യം അറിയിച്ചത് ഉറക്കമിളച്ച് ആടുകൾക്ക് കാവലിരിക്കുന്ന ആട്ടിടയന്മാർക്കാണ്. അവർ ഉറക്കമിളച്ച് കാവലിരിക്കുമ്പോൾ ദൈവദൂതന്മാർ ജനനവാർത്ത അറിയിക്കുന്ന ഉടനെ തന്നെ അവർ അതുവരെ തീ കാഞ്ഞുകൊണ്ടിരുന്ന ആട്ടിടയന്മാർ ആ നെരിപ്പോടുകളെ ഉപേക്ഷിച്ചുകൊണ്ട് രക്ഷകനെ തേടി യാത്രയാകുകയാണ്. പ്രിയ നിറഞ്ഞവരെ, സുഖം നൽകുന്ന ചില നെരിപ്പോടുകളെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നിടത്താണ് രക്ഷകനെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുക. പലപ്പോഴും ശരീരത്തിൻ്റെ സുഖത്തിൻ്റെ പിറകെയുള്ള നമ്മുടെ ഒട്ടപ്പാച്ചിൽ രക്ഷകനെ തള്ളിപ്പറയുവാനും രക്ഷകനെ ഒറ്റുകൊടുക്കുന്നവരാക്കി നമ്മളെ മാറ്റുന്നുണ്ട്. പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞത് നിങ്ങളൊന്ന് ധ്യാനിക്കുക. തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്, ആ സുഖത്തിലായിരിക്കുമ്പോഴാണ് പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞത്. ആ സുഖത്തിൻ്റെ നെരിപ്പോട് അവൻ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തൻ്റെ ഗുരുവിനെ തള്ളിപ്പറയുവാൻ പത്രോസിന് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ക്രിസ്തുമസ് ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആട്ടിടയന്മാരെ പോലെ സ്വയം വിനീതരാകുവാനും ഒപ്പം നമ്മുടെ ജീവിതത്തിൽ രക്ഷകനെ കണ്ടെത്താൻ തടസ്സമാകുന്ന സുഖത്തിൻ്റെ നെരിപ്പോടുകളെ ഒന്ന് ഉപേക്ഷിക്കുവാനും നമുക്കൊന്ന് പരിശ്രമിക്കാം. ചില ദുശീലങ്ങൾക്കൊക്കെ വിട പറയാം. നല്ല ശീലങ്ങളും നല്ല സുഹൃതങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട സുഹൃതമായ എളിമയുടെ മനുഷ്യരായി ജീവിതത്തിൽ നമുക്ക് ഈ ദിനങ്ങളിൽ എളിമയോടുകൂടെ വ്യാപരിക്കുവാൻ, സംസാരിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നിടത്ത് നമ്മുടെ ഈഗോയും അഹന്തയും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് എളിമയുടെ മനുഷ്യരായി മാറുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ആ രക്ഷകൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പറക്കും. സ്വയം വിനീതരാകുന്നവരുടെ ഹൃദയത്തിൽ അവിടെ യോഗ്യതകളൊന്നും നോക്കാതെ പിറക്കുന്ന നമ്മുടെ ദൈവം. ദിവ്യകാരുണ്യയുടെ മുമ്പിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ വരവിനെ ഹൃദയത്തിൽ സ്വന്തമാക്കുവാനായിട്ട് സുഹൃതങ്ങളുടെ പാതയിലൂടെ ചരിക്കുന്ന പുണ്യദിനങ്ങളാണല്ലോ ഞങ്ങളുടെ 25 നോയമ്പിൻ്റെ ദിനങ്ങൾ. ഇന്നേ ദിവസം എളിമയുടെ മനുഷ്യരായി മാറുവാൻ ആട്ടിടയന്മാരുടെ ജീവിത മാതൃക ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ സ്വയം വിനീതരാകുവാനും സുഖത്തിൻ്റെതായ ചില നെരിപ്പോടുകളെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ പാതയിലൂടെ സഞ്ചരിച്ച് അങ്ങയെ സ്വന്തമാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ചാലും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഉണ്ണീശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമയുടെ വഴിയിലൂടെ ചരിക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി.
ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്ക് എഴുന്നള്ളാൻ, അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്ക് എഴുന്നള്ളാൻ, അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.